എടാ, ഈ മത്സരത്തിൽ നമ്മൾ നേരിടാൻ പോകുന്നത് സൂപ്പർ കപ്പിലെ നിലവിലെ ചാമ്പ്യന്മാരെയാണ്. ഇപ്പോൾ നമ്മുടെ വിജയത്തിനായി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആരാധകരുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് ജയിക്കണം. അതുകൊണ്ട് നമുക്ക് നോക്കാം. ഈ ഒരു മത്സരത്തെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ കാര്യത്തിലോട്ട് കടക്കാം. സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. പുതിയൊരു ടീം വർക്ക് എന്നുപരി പുതിയൊരു കോച്ചിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിനായി ഇറങ്ങിയത്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒരു കിടിലൻ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ കാഴ്ചവെച്ചത്. പിന്നെ ഈ ഒരു മത്സരത്തിൽ കൂടുതൽ താരങ്ങൾക്ക് കോച്ച് അവസരം നൽകി എന്നുള്ള ഈ ഒരു വീഡിയോയിൽ എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ്. മത്സരത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ ടീമിന്റെ കയ്യിലും ബോൾ ഒരു ആവറേജ് ആയിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് തൊട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് നിരന്തരമായിട്ടുള്ള അറ്റാക്കാണ് നമ്മൾ ഈ ഒരു മത്സരത്തിൽ കണ്ടത്. ആ ഒരു അറ്റാക്കിംഗ് എല്ലാം കൂട്ടിക്കഴിഞ്ഞ ഒരു പക്ഷേ 2 ഗോളും ഒതുങ്ങേണ്ട ഒരു കളി അല്ലായിരുന്നു ഈ ഒരു കളി. കാരണം കൂടുതൽ ഗോള് ബ്ലാസ്റ്റേഴ്സിന് അടിക്കാമായിരുന്നു. ഈ ഒരു മത്സരത്തിൽ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെ കളിച്ച ജീസസ് ജിമിനസിനാണ് ഈ ഒരു മത്സരത്തിൽ നമ്മൾ കണ്ടത്. പിന്നെ ഈ ഒരു മത്സരത്തിൽ എടുത്തു പറയേണ്ട ഒരു പ്ലെയർ തന്നെയാണ് നോഹ സദോയ്. അദ്ദേഹത്തിന്റെ ഒരു കിടിലം ലോങ് റേഞ്ച് ഷോട്ട് നമ്മൾ കണ്ടു. അത് വലയിലേക്ക് തറച്ചു കയറുന്ന കാഴ്ച നമ്മൾ ഈ ഒരു മത്സരത്തിൽ കണ്ടു. അത് കഴിഞ്ഞ ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചു. പക്ഷെ ഒന്നും കൃത്യമായിട്ട് അങ്ങ് വലയിലെത്തിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് 2-3 ഗോളൊക്കെ സ്കോർ ചെയ്തു. പക്ഷെ അത് ഓഫ് സൈഡ് ആയിരുന്നു. ഇനി ഈസ്റ്റ് ബംഗാൾ ആവട്ടെ, ദിമിത്രിയോസ് ഡയമണ്ട് അക്കോസ് അതുപോലെ മെസ്സി ബോളി അടങ്ങുന്ന ആ ഒരു ടീമിനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ ഈ ഒരു കോച്ചിന്റെ ആദ്യ മത്സരത്തിൽ തന്നെ ഡിഫൻസിലെ പല പോരായ്മകളും പരിഹരിച്ചു എന്ന് വേണം പറയാം. ഇനി അടുത്ത സൂപ്പർ കപ്പിലെ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം വരുന്ന 26-ാം തീയതി മോഹൻ ബഗാനെതിരെയാണ്. ആ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വെല്ലുവിളി തന്നെയായിരിക്കും. എന്തായാലും നമുക്ക് ആ ഒരു മത്സരത്തിനെ കാത്തിരിക്കാം. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒപ്പീനിയൊക്കെ താഴെ കമന്റ് ചെയ്യാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ജയിച്ചുകൊണ്ടൊരു തട്ടിക്കൂട്ടി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തു തന്നുള്ളൂ. അപ്പോൾ സോ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.